2020 മേധാവി സാബു എം ജേക്കബിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി മുൻ ജില്ലാ കോർഡിനേറ്റർ. ബിജെപി നേതൃത്വവുമായി സാബു കൂടിക്കാഴ്ച നടത്തിയെന്നും അധികം വൈകാതെ ബിജെപിയിൽ ചേരുമെന്നും അഡ്വക്കേറ്റ് അസ്ലഫ് പാറേക്കാടൻ. ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് രാജിവെച്ചതെന്നും മുൻ ജില്ലാ കോർഡിനേറ്റർ വെളിപ്പെടുത്തി. 2020 പാർട്ടിയുടെയും പ്രസിഡന്റ് സാബു എം ജേക്കബിന്റെയും ജനവഞ്ചന സമീപനങ്ങൾ തുറന്നുകാട്ടുകയാണ് 2020 ൽ നിന്ന് രാജിവെച്ച ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അസ്ലഫ് പാറേക്കാട്. സാബു എം ജേക്കബ് എന്ന് പറയുന്ന ഈ വ്യക്തിയും ഈ പ്രസ്ഥാനവും കേരളത്തിലെ രാഷ്ട്രീയത്തിന് യോജിച്ച ഒരു പാർട്ടിയല്ല, വൻ തട്ടിപ്പ് സംഘമാണ്. ഇതൊരു സിൻഡിക്കേറ്റാണ്. പുള്ളിയുടെ ആളുകളെല്ലാം അടിമകൾ മുതലേ ഇരകൾ കൂടിയാണ്. സംഘപരിവാറിന് കേരളത്തിൽ ചുവടുറപ്പിക്കാൻ 2020 ഉപകരാറെടുത്തെന്നും UDFുമായും BJPയുമായും സാബു എം ജേക്കബ് ചർച്ച നടത്തിയെന്നും മുൻ ജില്ലാ കോർഡിനേറ്റർ. സാബു എം ജേക്കബിൻ്റെ പാർട്ടിയുടെ ഇന്റേണൽ മീറ്റിങ്ങുകളിൽ ഞാൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. സ്റ്റേറ്റ് കമ്മിറ്റി പോലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ 2-3 മണിക്കൂർ ചർച്ച ചെയ്യുന്നത് സംഘപരിവാറിൻ്റെ ഒപ്പമുള്ള BJPയുടെ മുന്നണിയിൽ പ്രവേശിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ മറ്റു കേരളത്തിലുള്ള കക്ഷികളുമായിട്ട് ചേർന്നുകൊണ്ട് സഖ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ UDFിൽ ചേരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അദ്ദേഹം UDF പ്രവേശനത്തെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹമായിട്ട് ചർച്ച നടത്തി കുറഞ്ഞതൊരു 10-15 സീറ്റുകളിൽ ഇപ്പോൾ ലഭിച്ചാലാണ് UDFുമായിട്ട് സഹകരിക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഇലക്ഷനിൽ അദ്ദേഹം നിൽക്കുന്നത് തന്നെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനാണ്. അതുമാത്രമല്ല, അദ്ദേഹം BJPയുമായിട്ട് പല ഘട്ടങ്ങളിലും ചർച്ച നടത്തിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിന്റെ പേരിലും ജനങ്ങളെ വഞ്ചിക്കുന്ന കപട രാഷ്ട്രീയം. ആലുവയിലൊന്നും ഒരു കാരണവശാലും ഈ പറഞ്ഞ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നടപ്പാക്കില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുമെങ്കിൽ കിറ്റ് പോലെയൊക്കെ ഈ ഇലക്ഷൻ വരെ കൊടുത്ത് കുന്നത്തനാട് മാത്രം പ്രവർത്തിക്കാനാണ് ആലോചന എന്ന് പറഞ്ഞു. അതിനൊരു പുള്ളി ഒരു വാക്കുകൂടി പറഞ്ഞു, എല്ലാ കാലത്തും തീറ്റ കൊടുത്ത് ആളുകളെ 2020 പാർട്ടിയോടൊപ്പം നിർത്താൻ പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞു. ജനങ്ങളുടെ ജാതിയും മതവും ചോദിച്ചുകൊണ്ട് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിലും ദുരൂഹതയുണ്ടെന്ന് അസ്ലഫ് പറയുന്നു. വളരെ സൗകര്യപൂർവ്വം അരിയും പഞ്ചസാരയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആളുകളുടെ ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ ചോദിച്ചുകൊണ്ട് വീട്ടുകളുടെ അംഗങ്ങളുടെ പേര്, ഫോൺ നമ്പർ, എല്ലാ ഡേറ്റയും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബലമായ സംശയം ഇത് വലിയൊരു തട്ടിപ്പാണ്. ഇതിലെന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അതായത് ഒരു ഭാഗത്ത് സംഘപരിവാറിനും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനും ഇത് കൈമാറ്റം ചെയ്യുന്നുണ്ട്. സാബു എം ജേക്കബ് ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ PR വർക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അൽഗോരിതം സെറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ കാലയളവിൽ തന്നെ എന്താണ് 2020 എന്ന് താൻ തിരിച്ചറിഞ്ഞു. സാബു എം ജേക്കബിന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾ നടപ്പാക്കാൻ കെട്ടിപ്പൊക്കിയ നുണകളുടെ ചീട്ടുകൊട്ടാരം മാത്രമാണ് 2020 എന്നും അസ്ലഫ് പാറേക്കാടൻ തുറന്നു പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.